ഹലോ ഗേയ്സ്, എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ സൺഡേ ഫൺഡേ ആക്കാനുള്ള പരിപാടിയാണ്. സൺഡേ ഫൺഡേ. ഇന്ന് ബൃഹത് പദ്ധതികളാണ് ഞങ്ങൾക്കുള്ളത്. ഒരു തലശ്ശേരി ദം ബിരിയാണി വെച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. അതിനായി ചിക്കൻ മേടിക്കണം, അരി മേടിക്കണം, അതിനുള്ള വസ്തുവകകൾ മുഴുവനും മേടിക്കണം. നമ്മുടെ സ്വന്തം കാറിൽ നമ്മുടെ സ്വന്തം നാടായ മാന്നാറിന്റെ രാജവീതികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ചിക്കൻ കടയിലേക്ക് പോകുകയാണ്. ഓക്കേ. ഓരോരോ 10 വർഷത്തിൽ ഓരോരോ ബ്രാൻഡ് അല്ലേ? അനീഷ വിചാരിക്കുമായിരിക്കും, എടാ ഇത്രയ്ക്ക് വട്ടലയാണല്ലോ ഞാൻ കെട്ടിയത് എന്ന്. അതോടി കല്യാണം കഴിഞ്ഞ സമയത്ത് ഓട്ടോ ഓടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് സിനിമാ ഫീൽഡ് എന്നും പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് പരിപാടി, ഇപ്പൊ താണ്ടടാ വ്ളോഗ് പരിപാടി. എന്താടി അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നീ കൂടെ ഇരുന്ന് ഞെളിഞ്ഞിരുന്ന് എൻജോയ് ചെയ്ത് വരുന്നുണ്ടല്ലോ എന്റെ കൂടെ. ഇന്നത്തെ ദം ബിരിയാണി സ്പെഷ്യൽ നീ ഉണ്ടാക്കുന്നോ അതോ ഞാൻ ഉണ്ടാക്കണോ? നമുക്ക് എന്തൊക്കെയാ വേണ്ടെന്നറിയാമോ? നമുക്ക് ചിക്കന്റെ പരിപാടിക്ക് വേണ്ടി ചിക്കൻ മേടിക്കണം. മസാല എല്ലാം ഇരിപ്പുണ്ടോ? ചിക്കൻ മസാല ബാക്കിയെല്ലാം ഉണ്ട്. ഗരം മസാല, അതുപോലെ തന്നെ മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ ഇരിപ്പുണ്ട്. മല്ലിയില, പുതിന, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം. തൈര് മേടിക്കണ്ടേ? എങ്ങനെ, നമ്മള് ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ആണോ അതോ മസാല ചിക്കൻ ദം ബിരിയാണി ആണോ? മസാല ചിക്കൻ ദം ബിരിയാണി ആക്കാം. ഫ്രൈഡ് വേണ്ട, അല്ലാതെ ഫ്രൈ ആക്കാം. കുറച്ച് കുക്കുംബറും അതുപോലെ തന്നെ സവാളയൊക്കെ റൗണ്ടില് അരിഞ്ഞ് ഇച്ചിരി ക്യാരറ്റൊക്കെ വെച്ച് കരിവേപ്പിലൊക്കെ ഇങ്ങനെ വറുത്ത് കോരി അതിന്റെ മേളിൽ ഇങ്ങനെ വെതറി ചെതറി അല്ലേ നമുക്ക് സെറ്റാക്കാം. അപ്പം ദം ബിരിയാണിയുടെ പരിപാടി, ബിരിയാണി എന്നാ കൈമാ റൈസ് ആണോ അതോ സാധാരണ നമ്മൾ മേടിക്കുന്നത് ഏതാ? ജീരകശാല മതിയോ? ജീരകശാല മേടിച്ചിട്ട് നെയ്യ് ഇരിപ്പുണ്ടോ? ഡാൽഡ. വെളിച്ചെണ്ണ ഏതാ? സൺഫ്ലവർ ആണോ അതോ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും വാങ്ങിക്കണം. ടോട്ടലി ഒന്നും ഇല്ലാത്ത യാത്രയാണ് ഈ യാത്ര. എന്ത് പറ്റി ഇങ്ങനെ? സാധാരണ ഈ വക ഐറ്റംസ് ഒക്കെ കാണുന്നതാണല്ലോ. നമ്മള് കൊറേ നാളായില്ലേ ഇപ്പം വീട്ടിൽ ബിരിയാണി വെച്ചിട്ട്. ഓഹോ, നമ്മൾ പുറത്തുനിന്നാണല്ലോ കൂടുതലും മന്തി അങ്ങനെയുള്ള സാധനങ്ങൾ. കൊറേ നാളായി ഫുഡ് ബിരിയാണി കൊറേ നാളായി വീട്ടിൽ വാങ്ങിച്ചിട്ട് വെച്ചിട്ട്. അപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ അച്ഛന്റെ പേരെന്തോ? ഷിബുചായൻ. നമ്മൾ ഷിബുചായന്റെ ചിക്കൻ കടയിലേക്കാണ് പോകുന്നത്. ഷിബുചായന്റെ നമ്മുടെ ബാല്യകാല സുഹൃത്താണ് ഷിബുചായൻ. ഷിബുചായൻ നമുക്ക് 1 കിലോയിൽ നമുക്ക് 5 രൂപ കുറച്ച് നമുക്ക് ഷിബുചായൻ തരും. ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് ഷിബുചായൻ തരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ വന്നാലും നമ്മൾ ഷിബുചായന്റെ കടയിൽ നിന്ന് ചിക്കൻ മേടിക്കത്തുള്ളൂ. അന്ന് നമ്മൾ ഷിബുചായനെ ഇതിനു മുമ്പ് ഒരു വ്ളോഗ്സിൽ നമ്മൾ ഒന്ന് കട മാത്രം പരിചയപ്പെടുത്തിയായിരുന്നു. ഷിബുചായന്റെ കടയ്ക്കകമോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് പോയ കൂട്ടത്തിൽ ജസ്റ്റ് ഷിബുചായ എന്ന് വിളിച്ച് നമ്മളങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഷിബുചായന്റെ കടയിൽ കയറി ചിക്കൻ മേടിക്കാനുള്ള പരിപാടിയാണ്. ഷിബുചായന്റെ ചിക്കൻ കട. ഷിബുചായന്റെ ചിക്കൻ കടയിൽ ഇന്ന് 143 രൂപയാണ് ചിക്കൻ്റെ വില. 143. 5 രൂപ വെച്ച് കുറയ്ക്കണം കേട്ടോ കിലോപ്പുറത്ത്. ഞാൻ ശിവനെ വിളിക്കും. നമ്മുടെ വർക്കിച്ചായൻ മരിച്ചുപോയി അല്ലേ? നമ്മുടെ സുഹൃത്തിൻ്റെ അച്ഛനായിരുന്നു. ഇവിടെ നാടൻ കോഴി മുതൽ താറാവ്, ബ്രോയിലർ എല്ലാ ഐറ്റവും ഉണ്ട്. ഇതൊക്കെ അപ്പർ കുട്ടനാടൻ മേഖലയാണ്. അപ്പർ കുട്ടനാടൻ മേഖല മൊത്തം ഫൗണ്ടേഷനൊക്കെ അടിച്ച് വെള്ളം കയറാത്ത രീതിയിൽ സെറ്റപ്പ് ആക്കാൻ തോന്നുന്നു. കൃഷിയിടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നെല്ല് സമ്പൽ സമൃദ്ധമാണ് കുട്ടനാടും അപ്പർ കുട്ടനാടും. ഏകദേശം മാന്നാറിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് ഷിബുചായൻ്റെ ഈ കടയിലേക്ക്.
അന്ന് ഇതിന് മുമ്പൊരു വ്ളോഗ് ചെയ്തായിരുന്നു കൂര്യത്ത് കടവ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. വള്ളക്കാലി മാന്നാറിന്ന് വള്ളക്കാലി വിയ്യൂരം പോകുന്ന വഴിയിലാണ് പാവുക്കരയിലുള്ള നമ്മുടെ ശിവചാൻ്റെ കട. ഉലകിതിലാരോടും തോൽക്കാ വീരൻ, കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറഞ്ഞോ താരാട്ടാതെന്റെ കരയാൻ കണ്ണീരില്ല, കണ്ണീരൊപ്പാൻ ആരും പോരണ്ട, എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ. ഇത് ഞങ്ങളുടെ തങ്കമാണ്, മുത്താണ്, മാന്നാറിൻ്റെ അഭിമാനമായ താരം. മാന്നാറിൽ ആർക്കെങ്കിലും കടം അതുപോലെ തന്നെ പലിശയ്ക്ക് പൈസ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനോജ് മുത്തിനെ ബന്ധപ്പെടേണ്ടതാണ്. ഞാൻ കടം മേടിച്ചിട്ട് 2 വർഷമായിട്ട് പൈസ കൊടുക്കാനുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോൾ ഇതാണ് സ്നേഹം. ഇത് നമ്മുടെ ഇതെൻ്റെ ബാല്യകാല സുഹൃത്ത് നിയാസിൻ്റെ പച്ചക്കറി കടയാണ്. മാന്നാറ് ഏവർക്കും വന്നാൽ ഫ്രൂട്ട്സിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയ നിയാസെ. ആപ്പിള്, ഓറഞ്ച്. നേരത്തെ നമ്മുടെ നിയാസ് മോന് ഓറഞ്ചിന്റെ പരിപാടി ഒന്നും ഇപ്പോൾ പച്ചക്കറി നമുക്ക് വേണ്ട പച്ചക്കറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. നിയാസ് മോൻ എവിടെ ഒരു ഹായ് പറഞ്ഞടാ. നിയാസ് മോൻ എല്ലാവരും ആണ്. പലചരക്ക് ഐറ്റംസ് എണ്ണ, ഡാൽഡ, അരി, കാഷ്യൂനട്ട്, മുന്തിരി. ഓക്കെ, അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് അതൊന്നും കാണാറില്ല അന്നേരം. വെറുതെ ചുമ്മാ ലിങ്ക് കണ്ട് ചുമ്മാ നെക്കത്തുമില്ല, എന്തെങ്കിലും കമൻറ്റ് പഠിച്ചങ്ങ് പോകാന്നുള്ളേ ഉള്ളൂ. ഇവിടെ 3 സബ്സ്ക്രൈബ് ഉണ്ട്. 3 പേര് യൂട്യൂബിൽ കയറി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാവക്കാടൻ ബ്ലോഗ്സ് അത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ കണ്ടു നിങ്ങൾ കഞ്ഞി വെക്കുവോ കപ്പ പുഴുങ്ങോ ഈ ഇത്രയും ഈ ട്രാവലർമാര് വ്ളോഗ് ചെയ്യുന്നൊന്നും നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ലേ? ഈ സുജിത് ഭക്തനൊന്നും വ്ളോഗ് ചെയ്യുന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. അവര് നമ്മളെ വില കുറച്ച് എല്ലാരും പുറ്റത്തെ മുല്ലയ്ക്ക് വിലയില്ല. മുല്ല നിനക്ക് മണമുള്ള മുല്ല അല്ല. ഇത് തുറന്നില്ല, തുറന്ന് മോൾ അങ്ങോട്ട് വരുന്നുണ്ട്, തന്നെ അങ്ങോട്ട് ഇറക്കാന്ന്. രാവിലെ തുറന്നിട്ട് ഇപ്പൊ ചായ പിടിക്കാൻ വന്നു. ലൈക്ക് ചെയ്തു, കമന്റ് ചെയ്തു. തീർച്ചയായിട്ടും. ഹലോ ഗെയ്സ്, ചിക്കൻ മസാല പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യം പൊടികൾ ഇടാം. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. ഗ്യാസ് കത്തിക്കാം, പാൻ വെക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തു,
ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഒന്ന് ചൂടാക്കിയെടുക്കാം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. സവാള ഇടാം. സവാള നമുക്ക് 3 ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒന്ന് വഴറ്റാനും, പിന്നൊന്ന് വറക്കാനും, പിന്നൊന്ന് നമ്മുടെ ചളാസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? കച്ചമ്പർ, ചളാസ് എന്നൊക്കെ പറയും. ചോറിനുള്ള പരിപാടി നോക്കാം. വെള്ളം ഒഴിക്കണം. ഉള്ളൊഴിച്ചു. ഓക്കെ, ഇനി മറ്റേത് കറിവേപ്പില, മല്ലിയില. ഓക്കെ, ഇച്ചിരി ഉപ്പിട്ടു. തിളച്ച് വരുമ്പോൾ നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റംസ്, അതാണ് ഇതിനകത്തെ ഏറ്റവും മെയിൻ കണ്ടൻറ്റ്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച വറ്റൽമുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട. ടെസ്റ്റ് വയ്ക്കാനീ മസാല ടെസ്റ്റ് വയ്ക്കാൻ വിളിച്ചോ. നമുക്ക് അരി ഇടാം. നമ്മുടെ കൈമാരി അല്ല, ഞങ്ങൾക്ക് വലിയ അരി പറ്റത്തില്ല, ചെറിയ അരിയേ പറ്റൂ. ഇത് ജീരകശാല അരിയാണ്. ചോറൂറ്റൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം.
തീ ഇച്ചിരി കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. ഇനി നമുക്ക് സവാള വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇപ്പോൾ കുറവായിരുന്നു. മതിയല്ലോ പിള്ളേരങ്ങനെ. നമുക്ക് വറുത്ത് വെച്ച സവാള മാറ്റാം. ചിക്കൻ്റെ പരിപാടി ഏകദേശം തീർന്നു. അവസാന ലാപ്പിൽ കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കണം തിളച്ച് വരുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മുടെ മാസ്റ്റർ പീസാണ്. എന്തിനും നമ്മുടെ സവാള വറുത്ത് വെച്ചത് ഏത് കറിക്കും ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് മാത്രമേ, നമ്മൾ ബിരിയാണിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ഇതൊരു അവസാനത്തെ ഒരു പൊടിക്കൈയാണ്. ചിക്കൻ തിളച്ചു, നല്ല മണമുണ്ട്. ഇതിനകത്തേക്ക് തന്നെ നമ്മൾ ചോറിടുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ചോറ് കോരിയിടും. ചോറ് കോരിയിട്ടിട്ട് നമുക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ വറുത്ത സവാള. നമുക്ക് ഇതിനകത്തേക്ക് ഇടാനായിട്ട് നമ്മൾ കടച്ചക്ക മേടിച്ചിട്ടില്ല, പൈനാപ്പിൾ മേടിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ എസൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് മേടിക്കാഞ്ഞത്. അതുപോലെ തലശ്ശേരി ബിരിയാണിയിൽ വേണ്ട കുറേയധികം സംഗതികളോടുണ്ട്, പക്ഷെ നമ്മളതൊന്നും ഇടുന്നില്ല. നമുക്ക് അറിയാമല്ലോ, കാര്യം ഞങ്ങളുടെ ഈ കുഞ്ഞു മക്കൾ ഈ പറഞ്ഞതുപോലെ അണ്ടിപ്പരിപ്പിനോടും മുന്തിരിയോടും ഒന്നും താല്പര്യമില്ലാത്തവരാണ്. എന്നാലും നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുമക്കൾ സഹകരിച്ചതാണ്. അപ്പോൾ ജാനീഷ ചോറിട്ടോ. ഒരു ദമ്മുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇച്ചിരി ഗ്രേവി പരുവത്തിന് കിട്ടുകയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം ദമ്മ് കഴിഞ്ഞ് ചോറെടുക്കുമ്പോഴത്തേനും ഒന്നും കാണില്ല, ഗ്രേവി കാണില്ല. അതുകൊണ്ടാണ് വെള്ളം ഒരുപാട് പറ്റിക്കാതെ ഞാൻ ചോറിടാൻ പറഞ്ഞത്. അമ്മുച്ചേ, മണമുണ്ടോ? കള്ളം പറയരുത്. അമ്മൂച്ചാണ് ഇവിടെ സത്യം പറയേണ്ടത്. ഞങ്ങളൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി കള്ളം പറയുമ്പോൾ അമ്മൂച്ചൊരു കാരണവശാലും കള്ളം പറയരുത്. നമുക്കല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വറുത്തെടുത്ത സവാള വിതറുകയാണ്. അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില നല്ല കട്ട് ചെയ്ത് അതോടെ പൈനാപ്പിൾ എസൻസ് കൂടി. പൈനാപ്പിൾ എസൻസ് ആണ്. മൊത്തം ഒഴിച്ചേക്കാം. മല്ലിയില ഇട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാം. മസാലയൊക്കെ പുരട്ടി വെച്ചേക്കാണ്. അതിനോടൊപ്പം തന്നെ ഇച്ചിരി മൈദയും അതുപോലെ തന്നെ കോൺ ഫ്ലവർ പൊടിയും. ഇത് നമുക്ക് ഒന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കും എന്തിനാണിത് ചേർക്കുന്നത്.
ഹായ്, നമ്മുടെ ചിക്കനും റെഡി. ഹലോ, നമ്മുടെ ചിക്കൻ ബിരിയാണി ആൻഡ് ഫ്രൈ, പപ്പടം, അച്ചാർ, എൻ്റെ അമ്മൂച്ച്, പൊന്നൂച്ച്, ഈച്ചപ്പൻ, മൈ വൈഫ്, ഞാനും. എല്ലാരും ഉണ്ടോ ഫ്രൈമില്? ഉണ്ടോ?